ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐഷൂസ് ടൈമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബീഫ് പഴം നിറച്ചതാണ് ഉണ്ടാക്കുന്നത്. നമ്മളെല്ലാവരും ബീഫും പഴംപൊരിയുള്ള കോമ്പിനേഷൻ പലരും നല്ല അടിപൊളിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു അത് ഒരു മധുരം എരിവും കൂടി എങ്ങനെ ചേരുമോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും കാലം അത് ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നോമ്പ് തുറയൊക്കെ ആയതുകൊണ്ട് വെറൈറ്റി പലഹാരങ്ങൾ ട്രൈ ചെയ്യുന്നൊരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബീഫ് പഴം നിറച്ചത് അങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കി. ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ബീഫാണ് എടുത്തത്. ഇതിലേക്ക് അര സ്പൂൺ വീതം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തുക. പിന്നെ ഒരു നുള്ളു ഉലുവ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനത് കുക്കറിലാണ് ഇടുന്നത്. ഞാൻ പറഞ്ഞ 250 ഗ്രാം വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളം ആഡ് ചെയ്യാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് നമുക്കൊന്ന് കുക്കറിൽ വിസിൽ വരുത്തിയെടുക്കുക. ഓരോ ബീഫിനും വേവ് മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അത്രയും വിസിൽ വരുത്താൻ ശ്രദ്ധിക്കുക. ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. പച്ചമുളക് ഒന്ന് ഞാൻ ചീന്തി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 സ്പൂൺ പെരിഞ്ജീരകം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, കുറച്ച് കറിയില, ഒരു വലിയ സവാള ചെറുതായിട്ടരിഞ്ഞത്, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പാനിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടതെന്ന് വെച്ചാൽ ബീഫ് നമ്മൾ വേവിക്കുന്നതിൽ കുറച്ച് ഞാൻ ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞിട്ടാണ് കേട്ടോ ബീഫിൽ ഇതാക്കിയത്, ആ പദം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾ പിഴിയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്കി ചേർത്തുന്നുള്ളൂ. അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് കളർ വരുന്നവരെ വഴറ്റിക്കൊണ്ട് നിൽക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ജീരകം കൂടി ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കറിയില ചേർത്തുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്താം. അര സ്പൂണ് മല്ലിപ്പൊടി ചേർത്തുന്നുണ്ട്. അതേമാതിരി 1/4 സ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്താം. ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത്. ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ബീഫ് നമ്മൾ ചെയ്തത് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പ്രഷറൊക്കെ പോയി ബീഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് നമുക്ക് ഇത് പിച്ചെടുത്ത് വെക്കണം. ഇതേമാതിരി കണ്ടോ, ഇങ്ങനെ കടിക്കാൻ നമുക്ക് കഷ്ണം കിട്ടണം. അപ്പോൾ ഭയങ്കര നൈസാക്കാൻ മിക്സിയിലിട്ട് അടിക്കരുത്. പകരം ബീഫ് ചെറുതായി നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിച്ചടർത്തി വെച്ചാൽ മതി. അപ്പോൾ നേരത്തെ നമ്മൾ ഈ മിക്സ് ഉണ്ടാക്കി ഞാൻ ഒന്ന് അടച്ച് വേവിച്ചതാണ്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പിച്ച് വെച്ചതാട്ടോ. ഓക്കെ, അത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ബീഫ് കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇനി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാണ് വേണ്ടത്. ലോ ഫ്ലെയിമിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്കിതിനി എല്ലാം കൂടി ഒന്ന് മിക്സായി വരണം. അപ്പോൾ അതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ ബീഫ് വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നമുക്ക് അടച്ച് വേവിക്കുകയൊക്കെ വേണം. ഇനി ഇതിലേക്ക് മീറ്റ് മസാല ചേർത്താൽ ഞാൻ ഒരു അര സ്പൂണ് മീറ്റ് മസാല ചേർത്തിനുള്ളൂ. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആ ഒരു മധുര കോമ്പിനേഷൻ ശരിയാവുമോ എന്നുള്ളത് എല്ലാവരും ഇങ്ങനെ കഴിക്കാതെ ഇങ്ങനെ നിൽക്കും. പക്ഷേ അടിപൊളിയാണ്. അപ്പോൾ ഞാനതാണ് ഒന്ന് വെറൈറ്റി ആയിട്ട് പഴം നിറച്ച് നമ്മൾ തേങ്ങേനെ കൊണ്ടാണല്ലോ ചെയ്യുക. അതിന് പകരം ബീഫിൻ്റെ ഒരു ഫില്ലിങ് വെച്ച് ചെയ്ത് നോക്കിയത്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റെസിപ്പി നിങ്ങളതിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഓക്കെ, ഇപ്പോൾ ഞാനത് അടച്ച് വേവിച്ച് തുറന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു അര സ്പൂണ് ചേർത്തുന്നുള്ളൂ, വല്ലാണ്ട് എരിവാവരുത്. പിന്നെ ഇതിന്ന് ഞാൻ ആ പച്ചമുളകൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്കിത് പഴത്തിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാനുള്ളതാണല്ലോ. അപ്പോൾ ആ പച്ചമുളക് കടിക്കേണ്ട അടിച്ചിട്ട് അതൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി പഴം ഞാൻ എടുക്കുന്നത് അത്യാവശ്യം അത് വല്ലാണ്ട് ആവരുത്, പഴംപൊരി ടൈപ്പ് ആവരുത്, അല്ലാതെ ഈ ഒരു വലുപ്പത്തിലുള്ള പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡിഷിലേക്ക് മൈദ ഇടാം. ഞാനൊരു 4 സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്താം. വല്ലാണ്ട് പഞ്ചസാര ഇതിൽ ചേർത്തരുത്, കാരണം ഭയങ്കര മധുരം ഓവറായ രസം ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഈ ബാറ്റർ റെഡിയാക്കി വെക്കണം. നമുക്ക് ഈ പഴത്തിൻ്റെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലാണ് നമ്മൾ ഒന്ന് മുക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ബാറ്റർ റെഡിയാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഇത് കണ്ടോ, പഴം ഞാൻ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ നടു മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇതിലാണ് നമ്മൾ ആ ബീഫിൻ്റെ ഫില്ലിങ് ചെയ്യുന്നത്. അപ്പോൾ കൈ കൊണ്ട് തന്നെ ചെയ്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഈ ഫില്ലിങ് ചെയ്യുക, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പച്ചമുളക് എടുത്ത് മാറ്റുന്നതിന് കൂടെ നിങ്ങൾക്ക് വേണം കറിയിൽ വലിയ വലിയ തണ്ടായിട്ടുണ്ടെങ്കിൽ അതും എടുത്ത് മാറ്റട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് ഫില്ലിങ് റെഡിയാക്കി ഇനി വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ആ ഉണ്ടാക്കിയ ബാറ്റർ ഒന്ന് ഈ പഴത്തിൻ്റെ മുകളിലേക്ക് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുത്തിട്ട്, അതായത് നമ്മൾ പഴംപൊരി പൊരിക്കില്ല അതേമാതിരി നന്നായിട്ട് ഫുൾ കവറിങ് ചെയ്തിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സംഭവം സൂപ്പറാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. ഈ നോമ്പ് തുറക്കൊക്കെ നല്ലൊരു വെറൈറ്റി ഐറ്റമാണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. നമുക്കിങ്ങനെ മറിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. കണ്ടോ, ഇതേ പരുവത്തിലായി വരും. അപ്പം നമ്മളെ ബീഫ് പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോന് കാണാം. താങ്ക്